നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും. നമ്മോടൊപ്പം ഈ കൂടിക്കാഴ്ചയിലുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എസ് ഡി വേണുകുമാറാണ്. നമസ്കാരം സർ, സ്വാഗതം കൂടിക്കാഴ്ചയിലേക്ക്. കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 16ാമത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ താങ്കൾ റിപ്പോർട്ട് ചെയ്ത ഒരു അനുഭവ പരിചയമുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഈ തെരഞ്ഞെടുപ്പ് കാതലായ വിഷയങ്ങളിൽ നിന്ന് മാറി ചില നറേറ്റീവ്സിലേക്ക് പ്രധാന മുന്നണിയെ കൊണ്ട് എത്തിച്ചിട്ട് അതിൽ കിടന്ന് ചർവിതചർവണം നടത്തി അങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ആലപ്പുഴയിലെ കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ച സംഭവം 2013 സംഭവം നടക്കുന്നത്. ആ സംഭവം നടക്കുന്ന സമയത്ത് ഈ കൃഷ്ണപിള്ള സ്മാരകം നിൽക്കുന്ന കണ്ണർകാട് ഉൾപ്പെടുന്ന പ്രദേശം കഞ്ഞിക്കുഴി, ആ കഞ്ഞിക്കുഴിയുടെ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് ചെങ്ങന്നൂരിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാനായിരുന്നു. അപ്പോൾ ഈ ഇത് കത്തിച്ചു. രാത്രി 12 മണിയോട് കൂടി ആണ് സംഭവം അവിടെ അഗ്നിബാധ ഉണ്ടാകുന്നത്. അതിനുശേഷം പല നേതാക്കളോട് വരുന്നു. സജി ചെറിയാൻ അവിടെ എത്തുന്നത് രാവിലെയാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിവരം. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളാകുന്നതിൽ ഒന്നാമത്തെ പ്രതിയായിട്ട് അന്ന് കണ്ടെത്തിയത് VSന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടിരുന്ന ലതീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഈ ലതീഷ് ചന്ദ്രൻ അന്ന് പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെതിരെ പരസ്യമായി കോലം കത്തിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തതിൻ്റെ പേരിൽ പുറത്താക്കി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരാളടക്കം 6 പേരാണുള്ളത്. അതിനകത്ത് അവിടുത്തെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി ഒരു പി സാബു അടക്കം കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം ഉണ്ടായ ശേഷം ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ VS അച്യുതാനന്ദൻ ഈ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇത് ശരിയായ രീതിയിലല്ല അന്വേഷണം പോകുന്നത്, ഇത് പാർട്ടിക്കാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തെറ്റായ രീതിയിൽ ഈ അന്വേഷണം പോകുന്നത് VS ആരോപിച്ചിരുന്നു. പക്ഷേ അന്ന് ഔദ്യോഗിക വിഭാഗം, പിണറായിയും അതുപോലെ സജി ചെറിയാനും എല്ലാം ഉൾപ്പെട്ടുള്ള ഔദ്യോഗിക വിഭാഗം ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയും ഈ അന്വേഷണത്തിൽ പ്രതികളെന്ന് കണ്ടിട്ടുള്ള മുഴുവൻ പേരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയി ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അന്നത്തെ ജില്ലാ സെക്രട്ടറി, ആലപ്പുഴയിലെ ഇപ്പോഴത്തെ MLA ശ്രീ PP ചിത്തരഞ്ജൻ തുടങ്ങിയ ആളുകളെയെല്ലാം ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ സജി ചെറിയാനെയും ചോദ്യം ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരുന്നു. സജി ചെറിയാനെ ചോദ്യം ചെയ്യേണ്ട ദിവസം ആ ചോദ്യം ചെയ്യൽ അവിടെ നടന്നില്ല. അത് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് ഒരു സംശയം, ഇപ്പോഴും സംശയകരമാണ്. കാരണം അദ്ദേഹം ഈ കഞ്ഞിക്കുഴി ഏരിയയുടെ സെക്രട്ടറിയാണ്. ഇവിടുത്തെ വിഭാഗീയത അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രത്യേകമായി നിയോഗിച്ചതാണ് ഈ ഏരിയ കമ്മിറ്റിയുടെ ചുമതല. ഇതെല്ലാമായിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളത് സംശയകരമാണ്. അപ്പോൾ അന്ന് ഉണ്ടായ ഒരു ആക്ഷേപം, ആ സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല താല്പര്യമെടുത്തിട്ടാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്നുള്ളതാണ്. അതേപ്പറ്റി CPMോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അതേപ്പറ്റി ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടുമില്ല. പക്ഷേ ഈ സംഭവം ഇപ്പോഴും ഈ ചോദ്യം ചെയ്തില്ല എന്നുള്ള സംഭവം വളരെ ഗുരുതരമായ ഒരു സംശയമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം 2016 പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിലേൽക്കുന്നു. അധികാരമേൽക്കുമ്പോൾ ഈ അന്വേഷണം കോൺഗ്രസിൻ്റെ UDFന്റെ സർക്കാർ നടത്തിയ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ആളാണ്, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചിട്ട് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യൻ്റെ അവസാനം താമസിച്ച ആ വീടാണ് കത്തിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു സംഗതിയാണത്, ആ രീതിയിൽ കാണേണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് യാതൊരു അന്വേഷണവും നടത്തിയില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇത് കോടതിയിൽ വരുന്നു. 2020 കോടതി പ്രതികളെല്ലാവരും കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും വെറുതെ വിട്ടു. CPM അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു അപ്പീൽ കൊടുക്കുകയോ ഇതിൻ്റെ മേൽനടപടികൾക്ക് പോവുകയോ ചെയ്തില്ല. അവിടെ കൊണ്ട് ഈ സംഭവം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ പ്രതികൾ ആരാണെന്നുള്ളത് പുറത്തറിയരുത് എന്നിവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ അന്വേഷണം ഇവരെ വെറുതെ വിട്ടപ്പോഴെങ്കിലും വേറൊരു പുതിയ അന്വേഷണ സംഘത്തെ വെച്ചിട്ട് വേണമെങ്കിൽ പുതിയൊരു അന്വേഷണം നടത്താം. യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് പുറത്തു വരണമല്ലോ. കാരണം ഇത് കത്തിച്ചിരിക്കുന്നത് കൃഷ്ണപിള്ളയുടെ സ്മാരകമാണ്. കൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം CPMന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആർക്കും അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം അവസാനം താമസിച്ച വീടാണ് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത്
ഈ കേസ് അട്ടിമറിക്കുന്നതിൽ അന്ന് ഈ ആദ്യം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസും അന്നത്തെ ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള CPM-ൻ്റെ ആളുകളും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചയോ അല്ല ആ രീതിയിലൊരു സംഭവം പിന്നോട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ആകെ ഉണ്ടായിരിക്കുന്നത് അന്ന് ആലപ്പുഴയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ സർവ്വപ്രതാപിയായിരുന്ന ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിരുന്ന സുധാകരൻ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൽ സജി ചെറിയാന് എന്തോ പങ്കുണ്ടെന്നുള്ള രീതിയിൽ സംശയിക്കത്തക്ക രീതിയിലൊരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ട് അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞ വളരെ സുപ്രധാനമായ കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ കാണാറുണ്ട് CPM-ൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ, ഒരു പീഡന പരാതിയോ മറ്റെന്തും ആയിക്കൊള്ളട്ടെ, അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അതിനെപ്പറ്റി പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തും. ഇവിടെ ഈ കണ്ണർകാട് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഈ കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചപ്പോൾ ആ രീതിയിലുള്ള യാതൊരുവിധ അന്വേഷണത്തിനും പാർട്ടി തയ്യാറായിട്ടില്ല. അത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ കാര്യത്തിൽ പിണറായി അന്വേഷണം നടത്തണ്ട എന്ന് പറഞ്ഞു എന്നാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്, അത് അന്വേഷിക്കേണ്ട വിഷയമാണ്. അപ്പം അതിനപ്പുറം ബാക്കിയുള്ള സംഭവമുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിപ്പാട്ട് NDA-യുടെ സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി ഇതിൽ രമേശ് ചെന്നിത്തല ഇടപെട്ടിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് ഈ അന്വേഷണത്തെ അട്ടിമറിച്ചത് എന്നൊരു ആരോപണം ഉന്നയിച്ചു. ഈ ഇലക്ഷൻ സമയത്ത് അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഇപ്പോഴത്തെ സമയത്ത് അത് ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ നമ്മളൊരു ഡീൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നതിന് പകരം ഇതൊന്നുമില്ലാതുള്ള കുറേ നറേറ്റീവ്സിലേക്ക് ഇങ്ങനെ വട്ടം ചുറ്റിക്കറങ്ങി പോവുകയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. സുധാകരൻ്റെ വെളിപ്പെടുത്തലോട് കൂടി വന്ന ഒരു ഡീല്, അത് പച്ചയായ ഒരു യാഥാർത്ഥ്യം വരുമ്പോൾ BJP-യുമായിട്ടുള്ള ഈ ഡീലിനെ കുറിച്ചാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഡീലാരോപണം അത് എന്തിൻ്റെ സൃഷ്ടിയായിരിക്കാം? CPIM-ൻ്റെ ആയിരിക്കുമോ, UDF-ൻ്റെ ആയിരിക്കും? സൃഷ്ടി അത് UDF-ൻ്റെ തന്നെയാണ്. ആ ഡീലിൻ്റെ ആരോപണമായിട്ട് UDF വന്നതിൻ്റെ ഉദ്ദേശം, അതിനകത്ത് BJP-യും CPM-ഉം തമ്മിലൊരു ഡീലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകളെ സമാഹരിച്ച് സ്വന്തം പോക്കറ്റിലാക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കഠിനമായ പരിശ്രമം UDF-ൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കാന്തപുരം വിഭാഗത്തിലെ ഒരു നേതാവിനെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പല തങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം ലീഗിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ സമുദായ നേതാക്കളെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവരെ കംപ്ലീറ്റ് അദ്ദേഹം നേരിട്ട് പോയി കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും പിന്തുണ തേടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ നേടിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ മഞ്ചേശ്വരത്ത് കണ്ടു SDPI-യുടെ സ്ഥാനാർത്ഥി 100 സ്ഥാനാർത്ഥികളെ നിർത്തുകയും ലീഗിനും UDF-നും ഒക്കെ എതിരെ മത്സരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ SDPI UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പീൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തു. അപ്പം നമ്മളിപ്പോൾ കാണുന്ന നാടകങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മൾ മഞ്ചേശ്വരത്ത് കണ്ട ഈ സംഭവം. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന ഡീൽ ആരോപണം മുഴുവൻ ഈ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ്. ന്യൂനപക്ഷ വോട്ടുകൾക്ക് പിന്നാലെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അടിപിടി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷെ അത് കാലം ചെല്ലും തോറും നമ്മൾ മതേതര കേരളം എന്ന് പറയുമെങ്കിലും അതിന്മേലുള്ള ആ ഒരു അടിപിടി കൂടി വരികയാണ്. BJP-യുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുമ്പോഴും ആ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് ഇരു മുന്നണികളും നടത്തുന്നത്. ഒരു മതേതര കേരളം എന്ന നരേറ്റീവിന് എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുന്നത്? അത് വലിയൊരു തമാശ എന്ന് പറയുന്നത്, ഇപ്പോൾ മഞ്ചേശ്വരത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് BJP-യുടെ വർഗീയതയെ തടയാനാണെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഇപ്പോൾ കേരളം കാണുന്ന രാഷ്ട്രീയ കേരളം കാണുന്ന ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യരെ പറ്റിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ പേരിലും പ്രവർത്തനത്തിലും ഇപ്പോൾ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിലും എല്ലാം അത് ആർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു പാർട്ടി മതേതരമാണെന്ന് പ്രഖ്യാപിക്കുകയും പേരിലുമില്ല, അതിൻ്റെ പ്രവർത്തന സ്വഭാവത്തിലുമില്ല, അതിലെ ഉൾപ്പെട്ടിരിക്കുന്ന ഭാരവാഹികളുടെ പട്ടിക എടുത്താലോ അല്ലെങ്കിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ പട്ടിക എടുത്താലോ ഒന്നും അങ്ങനെ ഒരു വർഗീയ സ്വഭാവം ഇല്ലാത്ത BJP വർഗീയമെന്ന് മുദ്ര കുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത്, അവർ BJP ഭയന്ന് BJP എന്നൊരു ഉമ്മാക്കി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായം എന്ന് മാത്രമേ പറയാൻ പറ്റൂ.
ഈ കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ വിവാദത്തിലേക്ക് തിരിച്ചു വന്നാൽ ജി സുധാകരൻ ഉയർത്തിവിട്ടത് വലിയൊരു ആരോപണമാണ്. പക്ഷെ അത് ഡീൽ ആരോപണം നേരിടുന്ന BJP പോലും ഉയർത്തി കണ്ടില്ല. ഇപ്പോൾ നേരത്തെ സന്ദീപ് വചസ്പതിയുടെ പത്രസമ്മേളനത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു, അതുപോലും കേരളം ഒട്ടാകെ ഒന്നും ചർച്ചയായിട്ടില്ലെന്ന് തോന്നുന്നു. അതിൽ ഞാൻ കാണുന്നത് മാധ്യമങ്ങളുടെ ഒരു പക്ഷപാതിത്വമുണ്ട്. സന്ദീപ് വാചസ്പതിയാണ് ആദ്യമേ ഈ ആക്ഷേപം പറയുന്നത്. സുധാകരൻ പറയുന്നതിന് മുമ്പ് ചെങ്ങന്നൂരിൽ NDAയുടെ ഉദ്ഘാടന സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തിയാണ് സന്ദീപ് വാചസ്പതി ഈ ആക്ഷേപം പറഞ്ഞത്. അന്ന് മാധ്യമങ്ങൾ കംപ്ലീറ്റ് ഇതിനെ അവഗണിക്കുകയായിരുന്നു. അതിനുശേഷം സ്മൃതി പരുത്തിക്കാട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിനോട് സുധാകരൻ പ്രതികരിച്ചപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തത് തന്നെ അത് പകുതിയെ ഏറ്റെടുത്തുള്ളൂ. സുധാകരൻ പറഞ്ഞ അത്രയും ഭാഗം ഏറ്റെടുത്തുള്ളൂ. അതിന്റെ ബാക്കി ഭാഗം പിന്നീട് സന്ദീപ് വാചസ്പതി പറഞ്ഞു ഇതിനകത്ത് ഒരു ഡീലുണ്ടെന്നും അതിൽ ഈ കേസ് അട്ടിമറിച്ചതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കുണ്ടെന്നും ഇത് CBI അന്വേഷിക്കണമെന്നും സന്ദീപ് വാചസ്പതി ആവശ്യപ്പെട്ടു. ആ ഭാഗം ഒരു മാധ്യമങ്ങളും ഏറ്റെടുത്തില്ല. അപ്പം മാധ്യമങ്ങൾ അവർക്ക് താല്പര്യമുള്ളത് മാത്രം ഏറ്റെടുത്ത് അവർക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ഇതിന്റെ ഗതിയെ തിരിച്ചുവിടത്തക്ക രീതിയിൽ മാത്രമേ അത് കൈകാര്യം ചെയ്യുള്ളൂ. അതിനകത്ത് ഞാൻ കാണുന്ന മാധ്യമങ്ങളുടെ ഒരു പക്ഷപാതിത്വമാണ്. സർ, ഈ പല തെരഞ്ഞെടുപ്പുകളിലും വലിയ ഇപ്പോൾ മെയിൻ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി വലിയ ക്യാമ്പയിനുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരിയാണ് ഒരു ആരോപണമായി ഉണ്ടാക്കിയത്. പക്ഷേ അതൊന്നും ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഇത്തരം പ്രചരണങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുമോ അതോ ജനങ്ങൾ അതിനെ തിരസ്കരിക്കുമോ? ഇത് ജനങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നമ്മുടെ കേരളത്തിലെ ആളുകളെ ഇങ്ങനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. കാരണം എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകളാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് പിന്നെ മുസ്ലിം ലീഗ് അല്ലെ ജമാഅത്തെ ഇസ്ലാമി SDP ഒക്കെ മതേതരമാണെന്നും BJP വർഗീയമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ പോകുന്നു? അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോപണം ഈ പറയുന്നവരുടെ ക്രെഡിബിലിറ്റി പോകുമെന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് വേറൊന്ന് പറയാമല്ലോ. ഇപ്പോൾ VD സതീശൻ പറഞ്ഞിരുന്നു 4 വോട്ടിന് വേണ്ടി ഒരു സമുദായ നേതാവിന്റെ തിണ്ണനിറങ്ങാൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം NSSന്റെയും SNDPയുടെയും നേതാക്കളുടെ തിണ്ണനിറങ്ങിയിട്ടില്ല ഈ പ്രാവശ്യം. പക്ഷേ അദ്ദേഹം ന്യൂനപക്ഷ നേതാക്കളുടെ മുഴുവൻ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അത് തലയിൽ മുണ്ടിട്ടും പോയിട്ടുണ്ട്, മുണ്ടിടാതെയും പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അരമനയിൽ പോയത് അതീവ രഹസ്യമായിട്ട് രാത്രിയിലാണ് പോയത്. അപ്പം അദ്ദേഹം ചെയ്യേണ്ട രീതിയിലുള്ള പരിപാടികൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില വാചാടോപങ്ങൾ നടത്തുന്നുണ്ട്, അത്രമാത്രം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു രാഷ്ട്രീയ ഇടപെടൽ അത് വളരെയേറെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കാം? ഇപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം മതരാഷ്ട്രീയത്തെ അത് വളർത്തുമോ അതോ അതിന് തന്നെ ദോഷകരമായ രീതിയിലേക്ക് പോകുമോ? ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ BJP ശക്തി ആർജിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PDPയുടെ ഒരു മതരാഷ്ട്രീയ ബഹളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു മുസ്ലിം രാഷ്ട്രീയത്തിന് തന്നെ ദോഷം ചെയ്തതായിട്ടും BJP അവിടെ വളരുന്നതായിട്ടും കണ്ടു. ഇത് സംസ്ഥാനം മൊത്തം ആവർത്തിക്കില്ലേ ഇങ്ങനെ ഒരു ഇത് തുടർന്നു കഴിഞ്ഞാൽ? ഇത് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFനോട് നിൽക്കുന്നു. UDFനോട് മാത്രമല്ല, നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കൂടെ കൂട്ടിയിരുന്നത് LDF ആണ്, പിണറായി വിജയനാണ്. അപ്പം തരാവരം പോലെ ഇവർ ഇത്തരം വർഗീയ കക്ഷികളുമായിട്ടെല്ലാം ചങ്ങാത്തം ഉണ്ടാക്കുന്നുണ്ട്. PDPയുമായിട്ട് ഏറ്റവും വലിയ ചങ്ങാത്തം ഉണ്ടാക്കിയിരുന്നത് LDF ആണ്, പിണറായി വിജയനാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, മദനി അതിൻ്റെ നേതാവിനെ വേദിയിൽ കയറ്റി ഉപഭോഷ്ടനാക്കുകയും അതേസമയം VSന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ഓർമ്മയിലുണ്ട്, ഒന്നും മറന്നുപോയിട്ടില്ല. അപ്പം ആ രീതിയിൽ കാലാകാലങ്ങളിൽ ഇത്തരം ആളുകളെ ഇവർ പ്രീണിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രീണന രാഷ്ട്രീയം ഇവിടെ വില പോകാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ ഫലമാണ്, അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലായാലും മറ്റേ ഈ ചെങ്ങന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിലായാലും ശരി, തൊട്ടപ്പുറത്ത് ഇപ്പം തിരുവല്ലയിലായാലും ശരി, ആറന്മുളയിലായാലും ശരി, എല്ലായിടത്തും നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലല്ലല്ലോ. BJP ഒരു അവഗണിക്കാൻ വയ്യാത്ത ഒരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഡീൽ ആരോപണം കോൺഗ്രസ് അല്ലെങ്കിൽ UDF ശക്തമാക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ ഈ മുന്നേ നമ്മളൊരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലും BJPക്ക് 2000-3000 വോട്ടുകൾ ഉണ്ടായിരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇത് അപ്പോൾ ജയിച്ചില്ലെങ്കിൽ പോലും 20,000-30,000 വോട്ട് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ആയിട്ടുണ്ട്. ഇതല്ലേ UDFൻ്റെ ഒരു വിജയസാധ്യതയെ കുറയ്ക്കുന്നതും UDFനെ അത് ഭയപ്പെടുത്തുന്നതും ഇതാണോ? ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത്, BJPയുടെ വോട്ട്സ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പലയിടത്തും UDFന് അനുകൂലമാണ് ഇപ്പോഴത്തെ ഒരു നിലയിൽ. അത് പല നേതാക്കളും, ഞാൻ ഇപ്പം മാധ്യമപ്രവർത്തനമായിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയുന്ന അവരുടെ വോട്ട് അവരങ്ങ് പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്.
അപ്പോൾ ആരാ LDF ആണ് പറയുന്നത്. അപ്പം LDFന് ഇത് ഇപ്പോൾ ചെങ്ങന്നൂരിലെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞ സമയത്താണ് PC വിഷ്ണുനാഥ് ഇവിടെ 2 പ്രാവശ്യം MLA ആയത്. BJPയുടെ വോട്ട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വിഷ്ണുനാഥിന് UDF ഇവിടെ പരാജയപ്പെടുക ചെയ്തു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് KK രാമചന്ദ്രൻ നായർ മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ ആ ഡീലിൻ്റെ പൊള്ളത്തരം അപ്പം തന്നെ അറിയാം. ഇത് ഡീലൊന്നുമല്ല, അന്ന് ഉണ്ടായ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല. ഇപ്പോൾ BJPയുടെ നേരത്തെ BJP വിജയസാധ്യത ഇല്ലാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ ഇലക്ഷന് വന്നു കഴിയുമ്പോഴത്തേക്ക് നിലവിലുള്ള ഭരണകൂടത്തെ പരാജയപ്പെടുത്താനായിട്ട് മറ്റവരെ ജയിപ്പിക്കുന്നതല്ലേ ഉചിതം എന്നുള്ള രീതിയിൽ അടുത്ത അതിൻ്റെ ബദൽ എന്നുള്ള രീതിയിൽ കണ്ടിരുന്ന UDFനെയാണ്. ഇപ്പോൾ അത് മാറിയിട്ട് BJP ഒരു 3ാം ശക്തിയായിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ശക്തിയായിട്ട് വന്നു കഴിഞ്ഞപ്പം എന്തിനവിടെ കൊടുക്കണം, BJPക്ക് തന്നെ വോട്ട് കൊടുത്ത് BJP തന്നെ ജയിക്കട്ടെ, ഇപ്പം ജയിക്കാൻ സാധ്യതയുള്ള സാഹചര്യമുണ്ട് എന്നുള്ള നിലയിലേക്ക് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നു. കൂടുമ്പോൾ ഇത് ആരെ ബാധിക്കും എന്നുള്ള അങ്കലാപ്പ് ഈ 2 കൂട്ടർക്കും ഉണ്ട്. ചിലയിടത്ത് UDFനെ ബാധിക്കും, ചിലയിടത്ത് LDFനെ ബാധിക്കും. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തിരുവനന്തപുരത്തെ നഗരസഭാ വിജയം അത് കേരളം ഒട്ടൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ? ഉണ്ട്. അതൊരു ഇവർക്കെല്ലാം ഒരു ഞെട്ടലായിട്ട് നിൽക്കുകയാണ്. കാരണം ആ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ വിജയം അവിടെ ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ എവിടെയും ഉണ്ടായിക്കൂടാ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇപ്പം ചെങ്ങന്നൂരിൽ നേരത്തെ PS ശ്രീധരൻപിള്ള മത്സരിച്ച സമയത്ത് 42,000 വോട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പം അതും വിജയിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു നേരിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ സമീപത്തെ പല സ്ഥലങ്ങളിലെയും നമ്മൾ വോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ്. ഇപ്പോൾ ചാത്തന്നൂർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2ാം സ്ഥാനത്ത് വന്നു. കായംകുളത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശോഭാ സുരേന്ദ്രൻ അവിടെ 2ാമതെത്തി. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഏതാണ്ട് വിജയിയോടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ BJPക്ക് പലയിടത്തും വിജയിക്കാമെന്നുള്ള സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇവരെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് BJP ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. 2 കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ വി ഡി സതീശൻ സംഘപരിവാറിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് RV ബാബു പറഞ്ഞിട്ടുണ്ട്. 2 തവണ അദ്ദേഹം പിന്തുണ അഭ്യർത്ഥിച്ച് വന്ന കാര്യം പറയുന്നുണ്ട്. മറിച്ച് ഇതേ ആരോപണങ്ങൾ UDF ആരോപിക്കുന്നുണ്ട്. LDF ഇവരുമായിട്ട് ചേർന്നിട്ട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കാലാകാലങ്ങളിൽ എല്ലാവരും BJPയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ ഒക്കെ പിന്തുണ തേടിയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ അത് തൊട്ട് കഴിഞ്ഞാൽ അസ്പൃശ്യത എന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്നത് മറ്റവരെ സന്തോഷിപ്പിക്കാനാണ്. ഞങ്ങൾ ഇവരുമായിട്ടൊന്നും ഇല്ല, ഞങ്ങൾ നല്ല ആളുകളാണ്, BJPയോ സംഘപരിവാറുമായിട്ടോ ബന്ധം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരുടെ കൂടുതൽ പ്രീതി കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഈ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്ന ഒരു അടവ് മാത്രമാണ്. BJPയുടെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ശ്രമം സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാവും? വിജയിക്കുമോ അതോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ഉണ്ടാക്കുമോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് അത്ര വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അനൂപ് ആൻ്റണി, ഇപ്പം ഞാൻ നോക്കുന്നത് തിരുവല്ലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അവിടെ നല്ല പെർഫോമൻസ് നടത്തുന്നത് അനൂപ് ആൻ്റണിയാണ്. അപ്പോൾ അനൂപ് ആൻ്റണിക്ക് പാർട്ടിയിലുള്ള സ്വാധീനം ഇതെല്ലാം ആളുകൾ മനസ്സിലാവുന്നുണ്ട്. പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കേരളത്തിലെ ഒരു നേതാവാണ് അനൂപ് ആൻ്റണി. അതേപോലെ അനിൽ ആൻ്റണി, അങ്ങനെ ഷോൺ ജോർജ്, PC ജോർജ്. അപ്പോൾ ധാരാളം നേതാക്കൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തന്നെ BJPയിൽ ഇപ്പം ഉയർന്ന പദവികളിലുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്തിന് BJPയുമായിട്ട് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ എന്നുള്ള ചിന്ത അവർക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവ് ജിഹാദ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇരകളായിട്ട് കൂടുതലായിട്ട് വരുന്നതിൽ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവകാശവാദങ്ങൾ പലതും ഉയരുകയാണ്. 3ാം പിണറായി വിജയൻ സർക്കാർ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ഒരു ഭാഗത്ത്, 100-ലധികം സീറ്റുകൾ വിജയിച്ച് ഞങ്ങൾ ഭരണം തിരിച്ചു പിടിക്കുമെന്ന് മറുഭാഗം. കേരളത്തെ കുറി ഞെട്ടിക്കുക തന്നെ ചെയ്യുമെന്ന് BJPയും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ BJPയുടെ അധ്യക്ഷനോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 10 സീറ്റ് കിട്ടിയാൽ നിങ്ങൾ തൃപ്തിപ്പെടുമോ എന്ന്. 10 അല്ല 25 കിട്ടിയാലും എനിക്ക് തൃപ്തിയാവില്ല, ഞാൻ മാറ്റം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ ഇതിൽ എങ്ങനെയുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പ്രതീക്ഷിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഈ തുടർച്ചയോ അല്ലെങ്കിൽ മറ്റേ ആളുകൾ പിടിക്കുക എന്നുള്ളതിനേക്കാൾ മാറിയിട്ട് ഒരു തൂക്ക് സഭ വരാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് NDAക്ക് ഒരു നിർണായകമായ ഒരു വിജയം ഉണ്ടാവും. മറ്റേത് ഈ 2 കൂട്ടർക്കും അത്രത്തോളം തൃപ്തികരമല്ലാത്ത രീതിയിലുള്ളൊരു വിജയം, ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു നിലയിലേക്ക് വരാനാണ് സാധ്യത ഞാൻ കാണുന്നത്. അത്രത്തോളം ടൈറ്റാണ് മത്സരം, കടുത്തതാണ്.
എന്തായാലും വളരെയധികം നന്ദി നമ്മോട് പ്രതികരിച്ചതിന്, വിലയേറിയ അഭിപ്രായങ്ങൾക്ക് നന്ദി. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.